I reached Olagatti Ambalam, Renju Bakery Supermarket. Now I am going to my house, Sahadeva Mandiram, okay? Mayfair bar, you can see there. ഞാൻ Olagatti അമ്പലത്തിലെത്തി. ഞാൻ ഇനി വീട്ടിലോട്ട് പോവാണ്. മേഫെയർ ബാറിൻ്റെ അവിടെ എത്തി. Mayfair, okay, bar. See, okay, I'm straight going to my house, Sahadeva Mandiram. ഇവിടുന്ന് നേരെ ഇങ്ങോട്ടാണ്. കണ്ടോ? This is my pathway to my house. Just one adjacent road is there, southern side to this bar actually, which lies east west. This road lies east to west actually, and so I'm going. I went to buy the dress and I totally gave a different pattern, and they stitched in their own this thing. I said bot neck with buttons. These buttons means what you know, like with cloth only, and they did something else. Purposely they did, and whenever I stitch, these criminals will come back of me and do all these things. Even before the same thing happened, once I gave two dresses to stitch, and I said same pattern, and they stitched differently, so I just gave it off and came. I did not pay. I gave those dresses to them only, the shopkeeper only, and I said keep it, okay. And why should I pay? I did not pay. Why should I pay? I said different pattern and they are doing differently, so I don't want. You can see like how many minutes it will take to my house from the main road, okay. അഹങ്കാരം കൊണ്ട് ഒത്തിരി അഹങ്കാരമാണ് മനുഷ്യർക്ക്. മച്ച് വട്ടിനോ ലൈക്ക് ആറോഗൻസ്. I reached this thing. Okay, I reached SNDP 323. Now next is my house, and some Somarajan and all are standing there. Okay, I don't know what purpose.
I'm about to reach my house. എൻ്റെ വീട് എത്ര ആയി? എൻ്റെ വീട് സഹദേവ മന്ദിരം. ഓക്കെ. And people asked me, did you do any facial? I said no. They are saying then your face looks so glowing, like that my face is, and these criminals are spraying smoke, this and that onto my face. I reached my house. Okay. Okay. This is my house. I reached. See my mother. Only my mother is here. എന്തുവാമേ? അവൻ്റെ കൂടെ ഇന്നലെ വന്നവന്നുണ്ടല്ലോ, അവിടെ ബൈക്കേൽ മറിഞ്ഞു വീണ് കിടക്കുന്നു. പട്ടി കുറുക്കി അടി. അത് എന്തൊക്കെയോ ദോഷം ചെയ്യാനായിട്ട് അവൻ വന്നതാണ് ഇവിടെ. അവൻ രഞ്ജൻ്റെ മോനെയും കൊണ്ട് വരുന്നതെന്നാണ് പറഞ്ഞത്. അവനാണ് ഇപ്പം ബൈക്കേൽ ഇങ്ങനെ എൻ്റെ കൺമുന്നിലാണ്. അതാ എന്നോട് ചെയ്യുന്നവരൊക്കെ കൺമുന്നിൽ വീഴുവന്മാർ. ഒത്തിരി കള്ളക്കഥകൾ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. വല്ലോനൊക്കെ വരുന്നതാ പറിക്കുന്നതാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതവൻ മൂക്കുകുത്തി ദൈവം വീഴിപ്പിക്കുന്നത്. എൻ്റെ കൺമുന്നിലാവൻ വീണത്. അമ്പാടിക്കടയുടെ അവിടെ. സഹദേവ മന്ദിരം ഹിയർ. എന്തുവാമേ? ഉണ്ട് അമ്പാടിക്കടയുടെ മുന്നിൽ. അഹങ്കാരം ഒത്തിരി ആവരുത് മനുഷ്യർക്ക്. പറ്റിയതൊന്നും ഞാനൊന്നും നോക്കാൻ പോയില്ല. എനിക്ക് പോകുന്നു. എനിക്ക് എന്താ കണ്ട ആണുങ്ങൾ വീണെന്ന് പറഞ്ഞ് നാമ ഓടിച്ചില്ലണോ? വേറെ പണിയൊന്നും ഇല്ലയോ? ഞാനെൻ്റെ വഴിക്ക് പോകുന്നു. എനിക്ക് വേറെ പണിയുണ്ട്. മാറയൊക്കെ പിടിച്ചോണ്ടിരിക്കും. നോക്കേണ്ട കാര്യം നമുക്കെന്തുവാ? ഈശ്വരനുണ്ട്. അഹങ്കാരം ആരെടുക്കുന്ന? ഈശ്വരൻ കൊടുക്കും ഇതുപോലെ. പിന്നെ ചിലവർക്കൊക്കെ ഇപ്പം കൊടുക്കാത്ത ലാസ്റ്റ് നല്ല റെഡിക്ക് കൊടുക്കാനാ. ആദ്യം കൊടുക്കുന്ന ഈ അധികം വലിയ കുഴപ്പമില്ലാത്തവർക്ക് ഇനി മേലെ വരരുതെന്നുള്ളത് കൊണ്ട്. അതൊക്കെ ഉണ്ട്. ഇവരൊക്കെ വലിയ ഡ്രാമയും കാണിച്ച് വരുന്നത്. അതല്ലെങ്കിൽ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുമെന്നറിയാമോ രഞ്ജനെ? ഇത് മരുന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂർ 3/4 മണിക്കൂർ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാവോ? അങ്ങ് ഫോണിലായിരുന്നു. ആ ഫോണിന് എടുക്കുന്ന സമയം മതിയല്ലോ. 2 മിനിറ്റ് പോരാ ഇങ്ങോട്ടൊന്ന് കൊണ്ടുതരണം. നമ്മളെന്തല്ല, ഞാനും ആ അമ്പലത്തിലേക്കൊക്കെ ഒത്തിരി പൈസയൊക്കെ കൊടുത്തതാണ്. കൊടുക്കാത്തൊന്നുമല്ല. ഇനിയിപ്പോൾ നാളെ ആട്ടെ. നമ്മൾ ഉപയോഗിച്ചില്ല. നമ്മൾ പറയാം രഞ്ജനോട്, നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, നമ്മളെ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. കൊണ്ടുവന്നാൽ ഞാനെടുത്ത് വെച്ച്. നമ്മളെ ഉപയോഗിച്ചില്ലല്ലോ. കൊണ്ടുവന്നത് നമ്മുടെ അടുത്ത് വെച്ച് നമ്മൾ പുതിയത്. കാരണം നമ്മളിത് എന്തോ ഉപയോഗിച്ച് അമ്മ ഒരു വെള്ളവും ചൂടാക്കി അത്രയോ ചെയ്തിട്ടുള്ളൂ. അതൊന്നും ചെയ്തില്ല. എന്തായാലും ഞാൻ നമ്മുടേത് എടുത്ത് വെച്ച്. ഇനിയിപ്പോൾ എനിക്ക് വയ്യ. അയാളെ കൊണ്ട് ഞാൻ എൻ്റെ ഗ്യാസ് എടുത്ത് വെച്ചിപ്പിച്ചായിരുന്നു ഞാൻ വാങ്ങിച്ചത്.